സുഗമോ ദേവി സീരിയലിലെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദേവികയാണെങ്കിൽ ഗവൺമെന്റിന് സബ്മിറ്റ് ചെയ്യാനുള്ള ഫയൽ എടുക്കാനായിട്ട് വീട്ടിലേക്ക് വരുന്നുണ്ട്. അതിനോടകം തന്നെ നന്ദനാണെങ്കിൽ ഇസബലയോട് കാര്യങ്ങളൊക്കെ വിളിച്ച് പറയുകയാണ്. താൻ ആ ഫയൽ കൈക്കലാക്കിയിട്ടുണ്ടെന്നും എത്രയും പെട്ടെന്ന് അത് ഇവിടെ നിന്ന് മാറ്റണം എന്നൊക്കെ പറയുമ്പോൾ ഇസബല പറയുന്നുണ്ട് തൽക്കാലം ഇപ്പോൾ അത് നിന്റെ കൈവശം വെക്കാനായിട്ട്. അങ്ങനെ വെക്കാൻ പറ്റില്ല എന്നും അത് പ്രശ്നമാവെന്നൊക്കെ പറയുമ്പോൾ ദേവിക്കെതിരെ നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വലിയ ക്രൂരതയാണെന്നൊക്കെ പറയുകയാണ് നന്ദൻ. എങ്കിൽ പിന്നെ എടുത്തോടത്ത് തന്നെ ആ ഫയൽ വെച്ചിട്ട് നീ നിന്റെ ദേവിയും കെട്ടിപ്പിടിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇസബല ദേഷ്യപ്പെടുമ്പോൾ താൻ മറച്ചു പിടിക്കാമെന്നൊക്കെ നന്ദൻ വാക്ക് കൊടുക്കുകയാണ്. അങ്ങനെ ദേവിക വന്ന് ഒരു ഭ്രാന്തിയെ പോലെ ആ ഫയൽ തിരയുന്നുണ്ട്. പക്ഷെ അത് എവിടെ എങ്ങും കാണുന്നില്ല. ദേവിക്ക് നന്ദനെയാണ് ഡൗട്ട് തോന്നുന്നത്. നന്ദനോട് ചോദിക്കുന്നുണ്ട്, നമ്മളല്ലാതെ ഈ റൂമിൽ മറ്റാരും കേറില്ല നന്ദു, സത്യം പറയ്, എന്നെ കളിപ്പിക്കാൻ വേണ്ടി നന്ദു ഫയൽ എടുത്ത് മാറ്റി വെച്ചതാണെന്നൊക്കെ. നീ എന്തൊക്കെയാ ദേവി പറയുന്നത്? എനിക്കെന്തിനാ അങ്ങനെ ഒരു കളിപ്പിക്കേണ്ട ആവശ്യം? അതൊന്നുമില്ല. അങ്ങനെ ഗിരീഷ് ആണെങ്കിൽ ആർ കെ നായരുമായിട്ട് വഴക്കിട്ട് വീട്ടിലേക്ക് തിരിച്ചെത്തുന്നുണ്ട്. സ്കാനിങ്ങിന് പോകാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ് രജനി. സന്തോഷത്തോട് കൂടിയിട്ടാണ് അവർ ആദ്യത്തെ സ്കാനിങ് എടുക്കാനായിട്ട് പോകുന്നത്. പെട്ടെന്നാണ് അവിടേക്ക് പോലീസുകാരും മറ്റും എത്തുന്നത്. ഗിരീഷിനെ അറസ്റ്റ് ചെയ്യാൻ വന്നിരിക്കുകയാണെന്ന് പറയുമ്പോൾ തന്നെ രജനി ആണെങ്കിൽ ആകെ അലറി വിളിക്കുന്നു. എന്തിന്റെ പേരിലാണെന്നൊക്കെ ചോദിക്കുമ്പോൾ തന്നെ ആർ കെ നായരുമായിട്ട് വഴക്കിട്ടതിന്റെ പേരിലാണെന്ന് അറിയണം. അങ്ങനെ ഗിരി പറയുന്നുണ്ട്, സ്കാനിങ് മുടക്കേണ്ട, അതൊന്നും സാരല്ല, ഞാൻ വന്നോളാം എന്നൊക്കെ പറഞ്ഞ് രജനിയെ ആശ്വസിപ്പിച്ച് അവിടെ നിന്നും പോവുകയാണ്. എന്നിട്ട് പെട്ടെന്ന് തന്നെ രജനി അവിടെ പ്രഭാവതിയെ വിളിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഇപ്പൊ സമാധാനായില്ലേ അമ്മയുടെ മരുമോൾക്ക്? ഇപ്പൊ കണ്ടില്ലേ, അവൾ അനുമതി കൊടുത്തത് കൊണ്ടല്ലേ ആ പ്ലാന്റ് ഇപ്പൊ പ്രവർത്തിച്ചത്? അതിന്റെ പേരിലല്ലേ ഗിരിയേട്ടൻ സമരം ചെയ്തത്? ഇപ്പതാ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. ആ ദേവിക അവിടെ ഇല്ലേന്നൊക്കെ ചോദിക്കുമ്പോൾ ദേവി ഇവിടെയുണ്ട്, ഒരു ഫയൽ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറയണം. അവൾക്കൊന്ന് ഫോൺ കൊടുത്തേ. വേണ്ട രജനി, ഇപ്പൊ സംസാരിക്കണ്ട എന്ന് പ്രഭാവതി പറയുന്നു. അമ്മേ, എനിക്കൊന്നും അറിയണ്ട, എൻ്റെ ഗിരിയേട്ടൻ എത്രയും പെട്ടെന്ന് പുറത്തിറക്കണം, എനിക്കത് മാത്രം അറിഞ്ഞാൽ മതി എന്നൊക്കെ പറയുമ്പോൾ നീ ഒന്ന് സമാധാനത്തോടെ ഇരിക്കും, നമുക്ക് എന്തെങ്കിലുമൊക്കെ വഴി ഉണ്ടാക്കാമെന്ന് പ്രഭാവതി പറയുന്നു. അങ്ങനെ ദേവികയോട് കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ ദേവിക്കാണെങ്കിൽ ആകെ ഭ്രാന്ത് പിടിക്കുകയാണ്. എല്ലാം കൊണ്ടും അവളാണെങ്കിൽ ആകെ തകർന്ന അവസ്ഥയിലാണ്. പിന്നീട് ദേവി വീണ്ടും നന്ദനോട് പോയിട്ട് കാര്യങ്ങൾ ചോദിക്കുകയാണ്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഒന്ന് പറയും നന്ദു, ആ ഫയൽ താൻ എടുത്തു വെച്ചോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇല്ലെന്ന് പറയുകയാണ്. ഈ സമയം നന്ദനാണെങ്കിൽ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, പാവം ദേവി, വല്ലാതെ അവൾ ബുദ്ധിമുട്ടുന്നുണ്ടെന്നൊക്കെ. എന്തായാലും അവസാനം നന്ദനാണെങ്കിൽ പ്രഭാവതിയോട് വന്നിട്ട് സത്യങ്ങൾ പറയുകയാണ്. അമ്മേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇസബല്ല പറഞ്ഞിട്ടാണ് ദേവിയുടെ ഫയൽ മാറ്റിയതെന്ന് പറയുമ്പോൾ, മോനെ നീ എന്തൊക്കെയാ പറയുന്നത്? ഇതവളുടെ രാഷ്ട്രീയ ഭാവിയെ മൊത്തം മാറ്റിമറിക്കുന്ന ഒന്നാണെന്നൊക്കെ പറയുമ്പോൾ എനിക്കറിയില്ല അമ്മേ. ഇസബല്ലയ്ക്ക് വേണ്ടിയിട്ടും അവളുടെ പാപ്പിന് വേണ്ടിയിട്ടും എനിക്കിത് ചെയ്തു കൊടുക്കാതിരിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞുകൊണ്ട് നന്ദനാണെങ്കിൽ ആകെ ടെൻഷൻ അടിക്കുകയാണ്. ഈ സമയം പ്രഭാവതി പറയുന്ന, എല്ലാം കൊണ്ടും നമ്മൾ അവളുടെ ഭാവി തകർത്തു. പക്ഷെ ഇത് കണ്ടു കിട്ടിയില്ലെങ്കിൽ ഉറപ്പായിട്ടും ഉത്തരവാദിത്തമില്ലാത്ത ഒരു MLA ആയിട്ട് ദേവിക മാറും. അതോട് കൂടിയിട്ട് അവൾ ചിലപ്പോൾ സ്ഥാനം പോലും രാജിവെക്കേണ്ടി വരുമെന്നൊക്കെ പറയുമ്പോൾ ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യാനാണ്? ഞാനത് കൊടുത്തില്ലെങ്കിൽ അവളുടെ പാപ്പൻ ഒരുപക്ഷെ നന്ദികേട് കാണിച്ചെന്ന് പറഞ്ഞ് എന്നെ തള്ളിക്കളയുമെന്നൊക്കെ പറയുമ്പോൾ എന്തായാലും ഇനി നീ അത് എടുത്തു, അത് കൊണ്ട് കൊടുത്തേക്ക്, വരുന്നത് എന്തായാലും വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് പ്രഭാവതി നന്ദന് താങ്ങായിട്ട് നിൽക്കുകയാണ്. പക്ഷെ അവിടെ അപ്പോഴും ദേവിയെക്കുറിച്ച് ആരും തന്നെ ഓർക്കുന്നില്ല. പിന്നീട് നന്ദനാണെങ്കിൽ ഇസബല്ലയോടും കാര്യങ്ങൾ വിളിച്ച് പറയുമ്പോൾ ദേവിയാണെങ്കിൽ നന്ദൻ ഇസബല്ലയോട് സംസാരിക്കുന്നത് കേൾക്കുകയാണ്. എന്തായാലും ദേവികയ്ക്ക് ഒരു കാര്യം ഉറപ്പായി, ഇസബല്ലയും കെവിനും നന്ദനുമായിട്ടുള്ള കൂട്ടുകെട്ട് അത് വെറുതെയൊന്നുമല്ല. എന്തൊക്കെയോ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടും അതുപോലെ നന്ദനെയും ഇസബല്ലയെയും പ്രഭാവതിയെയും കെവിനെയൊക്കെ തന്നെ ചുറ്റിപ്പറ്റി എന്തൊക്കെയോ രഹസ്യങ്ങൾ ഉണ്ടെന്നുള്ള കാര്യം ദേവി തീർച്ചപ്പെടുത്തുകയാണ്. എന്തായാലും അവൾ സത്യങ്ങൾ കണ്ടുപിടിക്കുക തന്നെ ചെയ്യും. ഈ ഫയൽ നന്ദൻ തന്നെയാണ് എടുത്ത് മാറ്റിയിരിക്കുന്നതെന്നും ദേവി അവസാനം കണ്ടുപിടിക്കും. അപ്പോൾ കാത്തിരിക്കാൻ നമുക്ക് കിടിലൻ എപ്പിസോഡ്സിനായിട്ട്. ബൈ.